it's me Nabhan from MS Solutions. MS Solutions ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. നമ്മുടെ പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ബയോളജി നാളെ നിങ്ങൾ അടിച്ചു പൊളിച്ച് എഴുതാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. ഉച്ച കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. സോ പക്ക ഷുവർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രഡിക്ഷൻ ആണ്. സോ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത അതേ ഭാഗം തന്നെയാണ് നമ്മുടെ സിനാപ്സിന്റെ ഭാഗം. ഓക്കെ, സിനാപ്സിന്റെ പിക്ചർ നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കുക. അതിന്റെ ഒരു ബോക്സ് ഉണ്ട് അല്ലേ, ആ ബോക്സ് നിങ്ങൾ അല്ലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആപ്പിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ നല്ല പോയിന്റുകളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾ സിനാപ്സിന്റെ ഭാഗങ്ങൾ പഠിക്കുക. ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. നാളത്തെ ഓണം എക്സാമിനും ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രഡിക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, സോ സിനാപ്സ് പഠിക്കുക. ഓക്കെ, സോ അടുത്ത് കഴിഞ്ഞാൽ സിനാപ്സിന്റെ ഒരു ഭാഗങ്ങൾ, സിനാപ്റ്റിക് വിടവ്, അല്ലെ നമ്മുടെ ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എക്സാമ്പിൾ സിനാപ്സിന്റെ ഫംഗ്ഷൻസുകൾ, പിന്നെ സിനാപ്സിന്റെ ആ ഒരു ഡയഗ്രാം. ഓക്കെ, സോ അത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ആ നെർവ്സിനെ പറ്റിയിട്ടാണ്. 3 ടൈപ്പ് ഓഫ് നെർവ്സുകൾ ഉണ്ടായിരുന്നു അല്ലെ. സെൻസറി നെർവ്സുകൾ ഉണ്ടായിരുന്നു, അഥവാ സംവേദ നാഡികൾ, മോട്ടോർ നെർവ്സ്, പ്രേരക നാഡികൾ, മിക്സഡ് നെർവ്സ്, സമ്മിശ്ര നാഡികൾ. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ഡയഗ്രാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ആ ഒരു ഭാഗം, ആ 3 നെർവ്സിനെ പറ്റിയിട്ട്, നാഡികളെ പറ്റിയിട്ടുള്ളത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളതാണ് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മീൻസ് 5 ഭാഗങ്ങൾ, പാർട്സ് ഓഫ് ബ്രെയിൻ. ആ 5 എണ്ണം മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതേപോലെ തന്നെ 5 എണ്ണത്തിന്റെ ഫീച്ചേഴ്സുകളും പ്രത്യേകതകളും അതിന്റെ ധർമ്മങ്ങളും ഫങ്ഷൻസുകളും പഠിക്കുക. മീൻസ് ആ ബോക്സുകൾ തന്നിട്ടില്ലേ, 5 ഭാഗങ്ങളും അതുപോലെ ബോക്സുകൾ തന്നിട്ടില്ല, ആ ബോക്സുകൾ നന്നായിട്ട് പഠിക്കുക. ആ 5 ഭാഗങ്ങളും ഈ ഒരു പിക്ചറിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കുക. ഓക്കെ, ഏതാണ് ഭാഗങ്ങൾ എന്ന്. പ്രത്യേകിച്ച് എല്ലാവർക്കും തെറ്റുന്നത് തലാമസും ഹൈപ്പോ തലാമസ് ഒക്കെയാണ്. അതൊക്കെ നന്നായിട്ട് നോക്കി മാർക്ക് ചെയ്യാൻ പഠിക്കുക കേട്ടോ. പിന്നെ ഫങ്ഷൻസും പഠിക്കുക. സോ അതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആ 3 ഡിസീസുകളാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഡിസീസുകളാണ്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ ഓണം എക്സാമിന്റെ അല്ലെങ്കിൽ ബോർഡ് എക്സാമിന്റെ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അൽഷിമേഴ്സ് ആണ്. എന്നാൽ എപ്പിലെപ്സിയും അതുപോലെ തന്നെ നമ്മുടെ പാർക്കിൻസൺസും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അൽഷിമേഴ്സ് ആണ്. ഓക്കെ അല്ലേ. സോ നിങ്ങൾ 3 എണ്ണവും പഠിക്കുക. 3 എണ്ണത്തിന്റെ കാരണവും 3 എണ്ണത്തിന്റെ സിംറ്റംസും പഠിക്കുക, പേരും പഠിക്കുക. ഓക്കെ, സോ ഈ 3 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 4 എണ്ണം. ഒന്ന് നമ്മുടെ സിനാപ്സിന്റെ പിക്ചറും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, പിന്നെ ഒന്ന് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെർവ്സുകൾ, ആ ഒരു കാര്യമല്ലേ, നമ്മുടെ സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സഡ് നെർവ്സ്, പിന്നെ നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട്, പിന്നെ നമ്മുടെ ഡിസീസുകൾ, 3 ഡിസീസുകൾ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. ഓക്കെ അല്ലേ. സോ ആ 4 ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സ്ട്രക്ചർ ഓഫ് ഐ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐയുടെ പാർട്ടുകൾ ഒന്ന് ലേബൽ ചെയ്യാൻ ചോദിക്കും. ഓരോ ഭാഗങ്ങൾ ഏതാന്നുള്ളത് ചോദിക്കും. പിന്നെ ഓരോ ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലെൻസിനെ പറ്റിയിട്ട് ഒരു ബോക്സ് പഠിച്ചിട്ടുണ്ട്, ഐറിസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, കോർണിയനെ പറ്റി പഠിച്ചിട്ടുണ്ട്, പിന്നെ യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് നെർവ്സ്, അതുപോലെ തന്നെ സ്ക്ലീറ, കൊറോയിഡ്, അതുപോലെ നമ്മുടെ റെറ്റിന അല്ലെ, 3 ഭാഗങ്ങൾ. സോ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ബോക്സുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും കൂടി പഠിക്കുക. കുറച്ചധികം പഠിക്കാനുണ്ട്, എന്നാലും അത് നോക്കി പോവുക. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അല്ലെങ്കിൽ ബോർഡ് എക്സാമിനും ഒക്കെ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ചിത്രം പകർത്തി വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നോക്കി വരയ്ക്കാൻ കഴിവുള്ളവർ അത് ചെയ്യുക, ഇല്ലെങ്കിൽ കോപ്പി എടുത്ത് വരയ്ക്കുക. ഓക്കെ, സോ അടുത്തത് നമ്മുടെ ആ കെമിസ്ട്രി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡോപ്സിൻ വിഘടിച്ചിട്ട് റെറ്റിനാലും ഓപ്സിനും ആകുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ട് അല്ലേ. ഫോട്ടോപ്സിൻ വിഘടിച്ചിട്ട് റെറ്റിനാലും ഓപ്സിനുമായിട്ട് മാറുന്നു. അങ്ങനെ ഈ ഒരു വിഘടിക്കുന്ന സമയത്ത് അവിടെ ഇമ്പൾസ് ഉണ്ടാകുന്നു. ഇമ്പൾസ് ഒപ്റ്റിക് നെർവ്സ് വഴി, നേത്ര നാഡി വഴി ബ്രെയിനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലൂടെ ലൈറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള ഫ്ലോ ചാർട്ട് കേട്ടോ. കോർണിയ, അക്വസ് ഫ്ലൂയിഡ്, പ്യൂപ്പിള്, ലെൻസ്, വിട്രിയസ്, അതുപോലെ റെറ്റിന, ഇമ്പൾസ്, ഒപ്റ്റിക് നെർവ്സ്, സെറിബ്രം തുടങ്ങിയവ. ഓക്കെ, സോ ഇതിൽ
പിന്നുള്ളത് ഒരു ഡിസീസ്. കാരണം നമ്മൾ റോഡോപ്സിന്റെ കെമിസ്ട്രി ഓഫ് അല്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രി ഓഫ് വിഷൻ പറഞ്ഞു അല്ലെ, റോഡോപ്സിൻ വിഘടിച്ചിട്ട് റെറ്റിനാലും ഓപ്സിനുമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞില്ലേ. സോ അവിടെയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിറ്റാമിൻ എയുടെ കുറവ് കാരണം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത എന്ന് പറയുന്ന അസുഖം. സോ അതൊന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്, അതും ഒന്ന് പഠിക്കുക. ഇത് രണ്ടും ആയിരിക്കും ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിച്ച് കാണുന്ന രണ്ട് ഡിസീസുകൾ ഇതാണ്. സോ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ നിശാന്തത അതുപോലെ തന്നെ ഗ്ലോക്കോമ, ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഓക്കെ, സോ ഇത് രണ്ടുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, അതുകൊണ്ടാണ് സാറ് പറയുന്നത്. അടുത്തത് നേരത്തെ നമ്മൾ ഐയുടെ സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഇയർ. ഓക്കെ, സോ ഇത് എല്ലാ ഭാഗങ്ങളും വെസ്റ്റിബ്യൂള്, സെമി സർക്കുലാർ കനാൽസ്, കോക്ലിയ, ഓഡിറ്ററി നെർവ്സ്, വെസ്റ്റിബുലാർ നെർവ്സ്, ഇതൊക്കെ പഠിക്കുക. ഓരോന്നിന്റെ ഓരോ ഭാഗങ്ങളുടെ ഫങ്ഷൻസ് എന്താണ്. കോക്ലിയ ആണെങ്കിൽ ഹിയറിംഗിന് സഹായിക്കുന്നു, കേൾക്കാൻ. വെസ്റ്റിബ്യൂളും സെമി സർക്കുലാർ കനാൽസും ആണെങ്കിൽ എന്തിനു സഹായിക്കുന്നു, ബോഡി ബാലൻസിന്, ശരീര തുലന നില പാലിക്കാൻ വേണ്ടി സഹായിക്കുന്നു. സോ ഓരോ നെർവ്സിന്റെ പേരും പഠിക്കുക, അതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്നും പഠിക്കുക. ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഭാഗം പഠിക്കുക, കാരണം ഇത് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. സാറ് പറയുന്നു ഒരു 100% MS സൊല്യൂഷൻ പ്രിഡിക്റ്റ് ചെയ്യുകയാണ്, 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ലാസ്റ്റ് 100% പറയാം കേട്ടോ, 100% പറയാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കാര്യങ്ങൾ ചോദിക്കാം, ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുക. ഒന്ന് നമ്മുടെ ഗന്ധം അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ, ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഫ്ലോ ചാർട്ടുകൾ ഒന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള അവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഒന്നുമില്ലെങ്കിൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിലേതെങ്കിലും ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കും. കാരണം ഇതിങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സാറ് പറയുന്നത് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളത് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. സോ ഇപ്രാവശ്യം അത് മാറി ചോദിക്കുമ്പോൾ വരാൻ സാധ്യത ഉള്ളത് നമ്മുടെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് വരാനാണ് സാധ്യത. ഓക്കെ, കാരണം ഇത് ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. സോ ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ല പ്രഡിക്ഷൻ ആണ്. ഓക്കെ, സോ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണടാ ഇത്. ഈ ഒരു സെല്ലിന്റെ പേരെന്താ? കോൺ സെൽസുകളാണ്. ഇതിനകത്തുള്ള പിഗ്മെന്റിന്റെ പേരെന്താ? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ ആണ്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. സോ ഇതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ, അയഡോപ്സിൻ. സോ ഇതിൽ നമുക്ക് ലാസ്റ്റ് ഞാൻ 100% വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ്. സോ അടുത്തത് നമ്മുടെ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം നോക്കിയേ എന്താന്നുള്ളത്, അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടുള്ളതാണ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ അഡ്രിനാലിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സിമ്പതറ്റിക് സിസ്റ്റം അല്ലെ, നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് ഇതിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അത് ചോദിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ സിമ്പതറ്റിക് സിസ്റ്റത്തിനെ പറ്റിയിട്ട് അവിടെ ചോദിക്കും, അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ട് ഇവിടെ ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് എമർജൻസി സിറ്റുവേഷൻസിനെ അഥവാ അടിയന്തര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇവർ രണ്ടുപേരും എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതേണ്ടത് അഡ്രിനൽ ഗ്രന്ഥി എടുത്തിട്ട് അതിന്റെ മെഡുല്ല ഭാഗം എന്ന് മാർക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അവിടെ അഡ്രിനാലിനെ ഉൽപ്പാദിപ്പിക്കുന്നു, നോർ അഡ്രിനാലിനെ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്. ആ ഭാഗമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്നിട്ട് അതും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ സിമ്പതറ്റിക് സിസ്റ്റവും കൂടി ചേർത്ത് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. രണ്ടും കൂടി ക്ലബ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കാം, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും മാത്രം ചോദിക്കാം, ഇല്ലെങ്കിൽ സിമ്പതറ്റിക് സിസ്റ്റം പാരാസിമ്പതറ്റിക് സിസ്റ്റം മാത്രം ചോദിക്കാം. സോ അതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, സോ അടുത്തത്, സോ ഇതിന്ന് എന്തായാലും അഡ്രിനലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% ആണ് കേട്ടോ. സോ 100% ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അടുത്തത് ഇതേപോലെ തന്നെ ഇത് ബൈ ചാൻസ് മാത്രമേ ചോദിക്കുള്ളൂ. യൂത്ത് ഹോർമോൺ, രണ്ട് ചാൻസ് ആണുള്ളത്. ഒന്ന് ഏതാണ് യൂത്ത് ഹോർമോൺ എന്ന് ചോദിക്കാം. അതിന്റെ ആൻസർ നമുക്കറിയാം, തൈമോസിൻ ആണ്. അവിടെ T ലിംഫോസൈറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ T ലിംഫോസൈറ്റുകൾ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു, പ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇതല്ലെങ്കിൽ പിന്നെ ചോദിക്കാനുള്ളത് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ് അല്ലെ. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാട്ടോണിൻ ആണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു താളക്രമത്തിൽ അല്ലെ നടത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്, റിതമിക് ആക്ടിവിറ്റീസിനെ സഹായിക്കുന്നത്. സോ അതാണ് എന്ത് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്
ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. സോ ഒന്നുമില്ലെങ്കിൽ അതിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തൈമോസിനെ പറ്റിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ അല്ലേ? യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിൻ ഇമ്മ്യൂണിറ്റിയെ, നമ്മുടെ പ്രതിരോധത്തിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എവിടെ കാണും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, സോ പിന്നെ ഏറ്റവും ഷുവർ ആയിട്ട് അടുത്തൊരു 100% ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാൻക്രിയാസിനെ പറ്റിയിട്ട്, ആഗ്നേയ ഗ്രന്ഥിയെ പറ്റിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൽഫ സെല്ല്, ബീറ്റ സെല്ല്, ആൽഫ സെല്ല് ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് ഇൻസുലിൻ. ഓക്കെ, ഈ ആൽഫ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നത്? 2 രീതികൾ പഠിക്കാനുണ്ട് അല്ലേ? ഇതേപോലെ തന്നെ ഗ്ലൂക്കഗോൺ എങ്ങനെയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നത്? 2 രീതി പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ബ്ലഡിലുള്ള നോർമൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇതൊരു 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ട് പറയാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ സാറ് ഒന്നും കൂടിയും ഒരു 100% വരാനുള്ളത്, കാരണം റിപ്പീറ്റ് ചെയ്യുന്നത് സാറ് പറഞ്ഞുതരാം. സോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഈ സിനാപ്സ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ സാർ ഇതാ ഇവിടെ പറയുന്നു, MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യാണ് 100% സിനാപ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം എല്ലാ ഓണം എക്സാമിനും ചോദിക്കുന്നുണ്ട്, മാത്രമല്ല ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. ഓക്കെ, സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിതാ ഇവിടെ 100% ഇത് ക്ലാസ് എടുക്കുമ്പോഴേ സാറ് പറയുന്നതാണ്, ബ്രെയിനിന്റെ പാർട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന്നൊരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനും ഉണ്ടാകും, ഏത് എക്സാം നടത്തുന്നുണ്ടോ അതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഉണ്ടാവും. ഓക്കെ, സോ അടുത്ത MS സൊല്യൂഷന്റെ പ്രഡിക്ഷൻ ആണ് 100%. അടുത്ത പ്രഡിക്ഷൻ ആണ് എന്ത്? നമ്മുടെ ബ്രെയിനിന്റെ പാർട്ടുകൾ വരയ്ക്കാൻ, ലേബൽ ചെയ്യാൻ ചോദിക്കും. അതിന്റെ ഫങ്ഷൻസുകളും അതിന്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. 5 പാർട്ടുകളും അതിന്റെ പ്രത്യേകതകളും അതിന്റെ ധർമ്മങ്ങളും. ഓക്കെ, സോ അതൊരു രണ്ടാമത്തെ 100%. അടുത്ത ഒരു 100% MS സൊല്യൂഷൻ ഇതാ ഇവിടെ ഓണം എക്സാമിന് 2024 ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഡിസീസുകൾ. ഒന്നാമത്തെ ചാപ്റ്റർ എക്സാമിനുണ്ടോ അതിന് ചോദിക്കുന്ന ഒരു ഡിസീസിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇല്ലാത്ത ഒരു പരീക്ഷ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ മുതൽ സാറ് പറയുന്നതാണ്, ഇതിന്നൊരു ക്വസ്റ്റ്യൻ 100% ആണെന്ന് ഇപ്പോഴും പറയുന്നു. ഓണം എക്സാമിന് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ അൽഷിമേഴ്സ്, അല്ലെങ്കിൽ പാർക്കിൻസൺസ്, അല്ലെങ്കിൽ നമ്മുടെ എപ്പിലെപ്സി, അപസ്മാരം, ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാകും. ചിലപ്പോൾ 3 എണ്ണത്തിൽ നിന്നും ഉണ്ടാകും, ചിലപ്പോൾ 1 നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ അസുഖങ്ങളുടെ കോസ്, ഇതിന്റെ കാരണം, അതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. സോ 3 100% സാർ ഇവിടെ ഡിസ്കസ് ചെയ്തു കേട്ടോ. സോ അടുത്തതാണ് നമ്മൾ അൽഷിമേഴ്സ്. അടുത്തതാണ് ഇതും ഇതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഐ. അടുത്ത MS സൊല്യൂഷന്റെ 2024 ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രഡിക്ഷൻ ആണ് MS സൊല്യൂഷന്റെ എന്താണ്? സ്ട്രക്ചർ ഓഫ് ഐ. 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് ഐ. കാരണം ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ മുന്നേയും പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇത് ഈ ഓണം എക്സാമിനും ചോദിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്തത് എന്താ? നമ്മുടെ ഈ അക്വസ് ഫ്ലൂയിഡിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒന്നുമില്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിട്രിയസ് ഫ്ലൂയിഡിനെ പറ്റിയിട്ട് ചോദിക്കാം. സോ അത് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കി വെക്കുക. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ അല്ലേ? ആ ഭാഗങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. സോ 100% ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 100%ലേക്ക് അടുത്തത് വരുന്നത് ഇതാ ഇന്റേണൽ ഇയറിന്റെ സ്ട്രക്ചർ ആണ്. ഇത് അടുത്ത MS-ന്റെ പ്രഡിക്ഷൻ ആണ്. 2024 ഓണം എക്സാമിന്റെ പ്രഡിക്ഷൻ ആണ്. 100% പ്രഡിക്ഷൻ ആണ് എന്ത്? നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ സ്ട്രക്ചറുകൾ ലേബൽ ചെയ്യാനും അതിലുള്ള ഭാഗങ്ങളുടെ ഫങ്ഷൻസ് പഠിക്കാം. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ 100% ഓണം എക്സാമിന് ഇതിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? സോ പിന്നെ നമ്മൾ 100% പറയുന്നതാണ്, ഒന്നുമില്ലെങ്കിൽ ടേസ്റ്റ് അറിയാനുള്ള ആ ഒരു ഫ്ലോ ചാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗന്ധം അറിയാനുള്ള ഒരു ഫ്ലോ ചാർട്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 100% പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത 100% ആണ്. 100% MS സൊല്യൂഷൻ 2024 ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. 100% ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റിയിട്ടും അത് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിനെ പറ്റിയിട്ടും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് എഴുതുക ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയുന്നത് നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന അടുത്തൊരു 100% ആണ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ
പാഠത്തുനിന്ന് ചോദിക്കുന്ന ഓണം എക്സാം 2024 100% പറയുന്ന എം എസ് സൊല്യൂഷൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാൻക്രിയാസ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഇതിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇതാണ് 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്, ഇതാണ് വരിക, ഇതാണ് ഓണം എക്സാമിന് ചോദിക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കുറെ പ്രെഡിക്റ്റഡ് അല്ലെങ്കിൽ 100% അല്ലാത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വരാം എന്ന് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത് 100% ഷുവർ ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് വരും നാളെ ഓണം എക്സാമിന് ഇത് ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും എക്സാമുകൾ എഴുതിയ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബയോളജിയും എക്സ്പീരിയൻസ് വരുത്തുക. സോ ഇത്രയാണ് നമുക്ക് 100% ഉൾപ്പെടുത്താനുള്ളത്. സാർ ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഷുവർ ആയിട്ട് പഠിച്ച് പോവുക. അപ്പോൾ നാളത്തെ എക്സാം ശ്രദ്ധിച്ച് എഴുതുക. ക്വസ്റ്റ്യൻസ് വായിച്ച്, എപ്പോഴും പറയുന്നത് ലൈവിലും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വായിച്ച് നന്നായി ശ്രദ്ധിച്ച് മാത്രം ആൻസർ എഴുതുക. ഓണം എക്സാമുകളെല്ലാം ബയോളജി ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം എക്സാമും ബുദ്ധിമുട്ട് തന്നെയാണ് ആവാനുള്ള ചാൻസ്. കൊറോണയുടെ സമയത്ത് മാത്രം കുറച്ച് എളുപ്പമുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ എക്സാമുകളും ബുദ്ധിമുട്ട് തന്നെയാണ്. 2019, 23, 24 ഇനി വരാൻ പോകുന്നത്. അതും ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ പഠിച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിരുത്തി ആലോചിച്ച് ലോജിക്ക് വെച്ച് മാത്രം ആലോചിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാം എഴുതിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആൻസർ ഷീറ്റ് ടീച്ചർക്ക് കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എഴുതി എല്ലാവരും നാളെ വന്നിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുമ്പോഴാണ് സാറിന് അത് മനസ്സിലാവുള്ളൂ. എല്ലാവരും നിങ്ങൾ എത്ര എഴുതി എന്നൊക്കെ അറിയണ്ടേ? സോ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ.